ഞാനിന്നിവിടെ ഒരു പച്ച കുരുമുളക് ചേർത്ത് വറുത്തൊരു മീൻ സീബ്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ മെയിനായിട്ട് കുരുമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി ഒരു കുറച്ച്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ മീനത് വരഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൂടി നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സി എടുത്തിട്ട് ഈ സാധനങ്ങൾ ഇപ്പോൾ കൊച്ചുള്ളി ഇട്ട് അതിൻ്റെ ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില, കുരുമുളക്, പച്ചമുളകൊന്നും ഇടില്ല, മുളക് പൊടി ഇട്ടില്ല, നമുക്കൊരു പച്ച കളറ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് ഇത്ര സാധനം ഇട്ടിട്ട് നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിച്ചാണ് അടിക്കുന്നത്. അത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മീൻ വറക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സെയിം ഓയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീൻ വറക്കാൻ ഏത് ഓയിൽ ഉപയോഗിക്കുന്ന ആ ഓയിൽ തന്നെ ഒഴിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഈ ചെറുനാരങ്ങയുടെ നീര്, നമ്മുടെ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും അതിനൊരു സോഫ്റ്റ്നെസ് വേണം. അതുകൊണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇപ്പം നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല ക്ലിയറായി, നല്ല സോഫ്റ്റായിട്ട് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സാധനത്തിനകത്തോട്ട് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, പച്ചക്കുരുമുളകിന് പകരം കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഞാൻ ഇച്ചിരി എരിവ് കുറവായ കാരണം കൊണ്ട് നാട്ടിലേക്ക് നല്ല കുരുമുളക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്തിരി എരിവ് കുറവായി പോയി തോന്നി, കുരുമുളകിന് അത്ര മൂപ്പുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളക് പൊടി ഇവിടെ ഇട്ടു. ആ പേസ്റ്റിൽ എന്നിട്ട് മീൻ നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറോളം അതിനെ പുറത്ത് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് ആ മീൻ പിടിച്ചോളും, നല്ല ടേസ്റ്റോട് കൂടി വരികയും ചെയ്യും, നല്ല രുചിയായിരിക്കും അത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ടൊരു കട്ടിയുള്ള പാൻ എടുത്തിട്ട് പാത്രം ചൂടാക്കി ഓയിൽ ഒഴിച്ച്, ഓവർ തീയിലിടണ്ട, ഒരു മീഡിയം എന്ന് വെച്ചാൽ തീരെ കുറച്ചല്ല, അത്യാവശ്യം മീൻ വറക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല കട്ടിയുള്ള പാത്രം കൊടുക്കുക, അടുക്കി പിടിക്കാണ്ടിരിക്കുക. എന്നിട്ട് അതിട്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. അങ്ങനെ പതുക്കെ വേവിച്ചെടുക്കാണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് ബാക്കി എടുക്കാം. ഇപ്പം മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളതൊരു പാത്രത്തോട്ട് മാറ്റുക, എന്നിട്ട് ഇനി കഴിക്കുക. ചൂടോടുകൂടി തന്നെ, നല്ല ചൂടോടുകൂടി കഴിക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനൊരു കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.